ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്ത് തള്ളിത്തരാനും ഒന്ന് തരുക ഗൈസ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയിക്കാം. ക്രിസ്മസ് വിന്നറായി നിവിൻ. ആരാധകർ ഏറെ വിഷമത്തോടെ ഏറ്റുവാങ്ങിയ ആ വാർത്ത ഒന്നും കൂടെ കൺഫേം ചെയ്ത് ദളപതി വിജയ്. നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോയിക്കാം. ആദ്യം തന്നെ പറയാനുള്ളത്, ഇന്നലെ മലേഷ്യയിൽ വെച്ച് നടന്ന ജനനായകന്റെ ഓഡിയോ ലോഞ്ചിൽ വെച്ച് ദളപതി വിജയ് തന്റെ വിരമിക്കൽ, അതായത് താൻ ഇനി സിനിമയിലേക്ക് ഇല്ലെന്നും തന്റെ സിനിമ ആരാധകർക്കായി വിട്ടു നൽകുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. അതിന് അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് കളങ്കാവലിന്റെ അപ്ഡേറ്റ് ആണ്. കളങ്കാവൽ 24 ദിവസങ്ങൾ പിന്നിടുകയാണല്ലോ. അതിന്റെ ഒരു ഒഫീഷ്യൽ പോസ്റ്റർ വന്നിട്ടുണ്ട്. ഇന്നലെ വന്നാണ് 83 കോടി രൂപയാണ് പറയുന്നതെങ്കിലും, വേൾഡ് വൈഡ് പറയുന്നെങ്കിലും 82 കോടിയാണ് ട്രാക്കേഴ്സ് കണക്കുകൾ പറയുന്നത്. ഇനി കളങ്കാവലിന്റെ തന്നെയാണ് മൂന്നാമത്തെ അപ്ഡേറ്റ്. കളങ്കാവൽ OTTയിലേക്ക് എത്തുന്നത് ജനുവരി 10 ആയിരിക്കുമെന്നാണ് പ്രതീക്ഷ. സോണി ലൈവ് ആണ് OTT റൈറ്റ്സ് കളങ്കാവലിന്റെ വാങ്ങിച്ചിരിക്കുന്നത്. എക്കോ മലയാള സിനിമയിൽ വിജയമായി മാറിയ വേറൊരു സിനിമ എക്കോ, അതിന്റെ റിലീസ് ഡിസംബർ ലാസ്റ്റ് ഇപ്പോൾ ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എക്കോ. പിന്നീട് അവതാർ ഫയർ ആൻഡ് വ്യാഷിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ 5100 കോടിയിലേക്ക് അതിന്റെ കളക്ഷൻ എത്തി എന്നാണ് അറിയുന്നത്. ഇന്ത്യയിൽ 151 കോടിയിലേക്ക് കളക്ഷൻ എത്തി എന്നാണ് ജെയിംസ് ക്യാമറൂൺ ചിത്രം അതിന്റെ കളക്ഷൻ എത്തി എന്നാണ് അറിയുന്നത്. ഇനി ബബ്ബയുടെ കളക്ഷനിലേക്ക് വരുവാണെങ്കിൽ 38 ലക്ഷം രൂപയാണ് ഇന്ന് ഇതുവരെയുള്ള കളക്ഷൻ. ഇന്ന് 48 ലക്ഷമാണ് ഇന്നത്തെ ഫൈനൽ കളക്ഷനായി പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഒരു ദിലീപ് സിനിമ 25 കോടിയിലേക്ക് എത്തുകയാണ്. പിന്നെ വേൾഡ് വൈഡ് 45 കോടിയിലേക്ക് എത്തുകയാണ്. നാളെ ഒരുപക്ഷെ ഇത് വന്നേക്കാം, ഒഫീഷ്യൽ കളക്ഷൻ പോസ്റ്റർ വന്നേക്കാം. ദുരന്തർ ട്രാക്കേഴ്സ് കണക്കുകൾ പറയുന്ന അനുസരിച്ച് 1030 കോടിയിലേക്ക് എത്തി എന്നാണ് ട്രാക്കേഴ്സ് കണക്കുകൾ പറയുന്നത്. അതിനുശേഷം ട്രാക്കേഴ്സ് കണക്കുകൾ പറയുന്നത് ഇനി സർവമായ നിവിന്റെ തൂക്ക് നടന്ന സിനിമ, അത് പ്രതീക്ഷിച്ചതിനേക്കാളും അപ്പുറത്തേക്ക്, നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നതിനേക്കാളും അപ്പുറത്തേക്കാണ് നിവിൻ തന്റെ തേരോട്ടം തുടരുന്നത്. ക്രിസ്മസ് വിന്നർ യഥാർത്ഥത്തിൽ നിവിൻ എന്ന് പറയണം. ബബ്ബ ഒരുപക്ഷെ ഒരു ഘട്ടത്തിൽ പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും പിന്നെ ബബ്ബയെ പോലും പിന്നിലാക്കിക്കൊണ്ടായിരുന്നു നിവിൻ തന്റെ തേരോട്ടം ആരംഭിച്ചത്. 32 കോടിയിലെ വേൾഡ് വൈഡ് 32 കോടിയിലേക്കാണ് എന്തായാലും നിവിൻ നായകനായെത്തിയ സർവമായ എത്തിയിരിക്കുന്നത്. 31 കോടിയായിരുന്നു പ്രതീക്ഷ, 32 കോടിയിലേക്ക് എത്തി. ഇന്നലെ 4,93,95 ലക്ഷം രൂപയായിരുന്നു കളക്ഷനായി ലഭിച്ചത്, അതായത് കേരളത്തിൽ നിന്നുള്ള കളക്ഷൻ. എന്തായാലും 32 കോടിയിലേക്ക് എത്തി. അധികം വൈകാതെ 50 കോടിയിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പം എന്താണ് പറയാനുള്ളത്? വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം കൂടുതലൊന്നും പറയാനില്ല. ഇപ്പോൾ